ഹായ് ഹലോ. കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ അടിച്ചു വാരലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് കുളിക്കാൻ നിന്നപ്പോഴാണ് ഹസ്ബൻഡ് ഒരു ഇറ്റ് മത്തിയുമായിട്ട് വരുന്നത്. 2 കിലോ 100 അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. നല്ല ലാഭമാണെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ സമയനഷ്ടമായിരുന്നു. 1 മണിക്കൂർ എടുത്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. കുഞ്ഞിനെ ഹസ്ബൻഡ് നോക്കുന്ന ടൈമിന് പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാനായിട്ടിരുന്നു. വൈകിട്ട് കൊതുകും നമുക്കൊരു ഭയങ്കര അസ്വസ്ഥതയാണല്ലോ വൈകിട്ട് മീൻ വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊട്ടും ഇഷ്ടമല്ല. ഇവിടെ അങ്ങനെ വാങ്ങിക്കുന്ന പതിവുമില്ല. പക്ഷെ എന്തോ ഇന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. പിന്നെ നാളത്തേക്കുള്ളതെല്ലാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കണം. ഇനി ഇത് ഇന്ന് കറി വെക്കാനുള്ളതും വറുക്കാനുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തേങ്ങ ഒന്നും ചിരണ്ടിയതും ഇരിപ്പില്ലായിരുന്നു. പിന്നെ ഒരു തേങ്ങയൊക്കെ ഹസ്ബൻഡ് പൊട്ടിച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് തേങ്ങയെല്ലാം ചിരണ്ടി കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിലിടാൻ പോവുകയാണ്. കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടുള്ളൊരു മീൻ കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ മിക്സിയുടെ ഒരു അര ഭാഗത്തോളം തേങ്ങ ചിരണ്ടിയതെടുത്തിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും അതുപോലെ ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഉള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്, തൊലി പൊളിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് അരച്ച് മാറ്റട്ടെ. അതിനുശേഷം നമ്മുടെ വറുക്കാനുള്ളതിലേക്കും കൂടെ മസാല പുരട്ടി വയ്ക്കാം. അതിലും കൂടെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയും ഉപ്പും കുരുമുളകും കൂടി എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവച്ചിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു 2 വലിയ സ്പൂണോളം എരിവില്ലാത്ത കാശ്മീരി ചില്ലി 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട്, കുരുമുളക് പൊടി ഒരു സ്പൂൺ, ആ ഒരു സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് മീനിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതൊക്കെ കൈയോടെ തന്നെ തിരിച്ച് ഷെൽഫിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വേപ്പിലയൊക്കെ അല്ലേ മത്തി വറുത്തതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് കറിയിനേക്കാളും ഇഷ്ടം മത്തി വറുത്തതാണ് കേട്ടോ. അപ്പം അത് നന്നായിട്ട് മത്തിയിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 7-8 അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് മത്തി എടുത്ത് വറുക്കാനെടുത്തിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ട് കറി വെച്ച് വയ്ക്കാം. അപ്പം ഇന്ന് വൈകിട്ട് വയ്ക്കുന്നതുകൊണ്ട് നാളെ ഉച്ചത്തേക്കും കറി കാണും. അതാണ് ഒരാശ്വാസം. അപ്പം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ കറി വെച്ച് കഴിഞ്ഞിട്ട് വറുത്തെടുത്താൽ മതി. ചൂടോടെ മത്തി വറുത്തതും ചോറും മീൻ കറിയൊക്കെ ആയിട്ട് ഇന്ന് എന്തായാലും ഡിന്നർ അടിപൊളിയാണ്. പിന്നെ അത് അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പല്ല, തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോഴാണ് അരപ്പ് റെഡിയായത്. അങ്ങനെ ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും അതുപോലെ നമ്മുടെ വെള്ളക്കാന്താരിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ ചതയ്ക്കുന്നത്. എനിക്കതാണ് ഇപ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നത്. നേരത്തെ ഞാൻ ഇടികല്ലൊക്കെ എടുത്ത് അതിലിട്ടൊക്കെയാണ് ചതച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ആ ഒരു സംഭവം എടുത്തിട്ട് ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്ന. ഒരു എളുപ്പപ്പണിയാണ്. പിന്നെ കുടംപുളി കൂടെ കഴുകി അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുവാണേ. മത്തി തന്നെ 2-3 ടൈപ്പ് വെക്കാം കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് അരച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുളകിട്ട് വെക്കാം, കുടംപുളി ഇട്ട് വെക്കാം, മത്തി ഇട്ട് വെക്കാം. ഇവിടങ്ങളിൽ ഇരുമ്പൻ പുളിയും അതുപോലെ വാളംപുളിയും ഒക്കെ ഇട്ട് വെക്കും കേട്ടോ. അങ്ങനെ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയുടെ അടപ്പും ഒക്കെ കഴുകി അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ മത്തി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മത്തി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടുപ്പിലോട്ട് വെക്കാം. അങ്ങനെ മത്തിക്കറി അടുപ്പത്തായിട്ടുണ്ട്. അടച്ച് വെക്കാം. പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മിക്സിയും അതുപോലെ കത്തിയൊക്കെ അതാത് സ്ഥാനത്തെടുത്ത് വെച്ചു. അപ്പോൾ അതാ വൈകിട്ടത്തേക്ക് ചോറുണ്ട്. അതുപോലെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, ഉച്ചക്കത്തെ ബാക്കി അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയുടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞതാ ഇത്രയും പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അതൊന്ന് കൈയോടെ തന്നെ കഴുകി മാറ്റുകയാണ്. പണിയെല്ലാം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ പണിക്കിടയിലും കുറച്ച് സമയം കണ്ടെത്തി പാത്രമൊക്കെ കൈയോടെ കഴുകി മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ അല്ലെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പാത്രം കഴുകാനായിട്ട് നിൽക്കേണ്ടേ അടുക്കളയിൽ. അങ്ങനെ മിക്സിയും അതുപോലെ മീനിരുന്ന ചട്ടിയല്ല കൊട്ടയും എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി മാറ്റുകയാണ്. പിന്നെ അവിടെ ഒന്നതാ തുണിയിട്ടൊന്ന് തുടച്ചും കൂടെ, വെള്ളമാണ് എല്ലായിടും, അപ്പോൾ ഒന്ന് തുടച്ചും കൂടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മീൻ അവിടെ ഇട്ട് കഴുകിയത് കൊണ്ട് തന്നെ സോപ്പിട്ടൊക്കെ അപ്പം തന്നെ കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മോട്ടർ നിറഞ്ഞിട്ടുണ്ട്, അതും നിർത്തി. അപ്പോഴത്തേക്ക് കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ മത്തി മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. കാര്യം ചെറിയ മത്തി ആയതുകൊണ്ട്. വലുതായിട്ടാണെങ്കിൽ 2 കഷ്ണമായിട്ട് മുറിച്ചിട്ടേ ഇടുകയുള്ളായിരുന്നു. അങ്ങനെ മത്തിയൊക്കെ അങ്ങോട്ട് പിറക്കിയിട്ടിട്ട് മൂടി വയ്ക്കാം. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവി കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മത്തിക്കറിക്ക്. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ വറുക്കാനുള്ള പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല, കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടോ. ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ പോലും വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരടുപ്പിൽ മത്തിക്കറി, അപ്പുറം മത്തി വറുത്തത്. അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനിയും ഉണ്ടൊരു ക്ലീനിങ്ങും കൂടെ. കാര്യം ഇതിൻ്റെ എണ്ണയൊക്കെ തെറിച്ച് ഗ്യാസ് സ്റ്റവൊക്കെ ആകെ മോശമാവുമല്ലോ. അപ്പോഴേക്കും അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അതിനിടയ്ക്ക് മത്തിക്കറി തിളച്ചപ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പില കഴുകിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഉപ്പ് നോക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് 1-2 വട്ടം. അപ്പോൾ മത്തിയൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെക്കുവാണേ. ഇനി ഒരു ട്രിപ്പും കൂടെ വറുക്കാനിടുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ എണ്ണ തെറിച്ചതും കറിയുടെ അവിടെയും ഒക്കെ ഒന്ന് നന്നായിട്ട് ഗ്യാസും കൂടെ തുടച്ചു കൊടുക്കുന്നുണ്ട്. കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ട് വറ്റിയിരിപ്പുണ്ട്. ഇനി ചോറ് വിളമ്പാം. ഇവിടെ അങ്ങനെ രാത്രി ചോറ് കഴിക്കുന്ന പതിവൊന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ചോറും കൂടെ ബാക്കിയുള്ളത് കൊണ്ട് മീൻകറിയും കൂട്ടി കഴിക്കുകയാണ്. അല്ലെങ്കിൽ വല്ല ദോശയോ പൊടിയരിക്കഞ്ഞിയോ ഒക്കെയാണ് പതിവ്. ദോശയൊക്കെ ആണെങ്കിലും മീൻകറി കൂട്ടി കൂടെ കഴിക്കും കേട്ടോ, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പം മീൻകറിയും രാവിലത്തെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി മീൻ വറുത്തതും ഒക്കെ കൂട്ടി നന്നായിട്ട് ഊണ് കഴിച്ചിട്ട് പാത്രം കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ തൊട്ട് എന്തൊക്കെ പണി നമ്മൾ തീർത്തെന്ന് പറഞ്ഞാലും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിച്ച പാത്രവും ബാക്കി എന്തൊക്കെ പാത്രം ഉണ്ടോ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കള ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അയ്യോ അന്നത്തെ ദിവസം അടിപൊളി ദിവസമാവുമല്ലേ. പിന്നെ പിറ്റേന്ന് നമ്മൾ എണീറ്റ് വരുമ്പോഴും വൃത്തിയുള്ള അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യാനും ഒരു പ്രത്യേക രസമാണ്. ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ പാത്രം എല്ലാം കഴുകി അതാത് സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഇനി ഒന്നും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്.
ഇതൊക്കെ ഇവിടെ പതിവുള്ള കാര്യമാണ് കേട്ടോ. സിങ്കും ഗ്യാസിൻ്റെ അവിടെയും എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അടുക്കളയിൽ നിന്ന് പോവുകയാണ് ഇന്നത്തേക്ക്. ഇനി രാവിലെ വരാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.